യേശു എന്ന മഹാദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയിലെ വിശുദ്ധ ഏവങ്കേലിയനെ ആസ്പദമാക്കിയുള്ള വചന പ്രഘോഷണം. ഉയർപ്പിൻ്റെ അനുഗ്രഹീതമായ ഞായറാഴ്ച. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 6-ാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ജീവന്റെ വചനം, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രായന യേശുവിനെ എത്രയും നിങ്ങൾ അന്വേഷിക്കുന്നത്? അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവനെ വെച്ച ഇടം വന്ന് കാണുക എന്നത് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന ശില. അതിൻ്റെ വളർച്ച ഉയർത്തെഴുന്നേറ്റ യേശുവിലെന്ന് ഓർപ്പിക്കുകയാണ്. സെന്റ് പോള് 1 കൊരിന്ത്യൻസ് 15:14 പറഞ്ഞ പ്രകാരം യേശു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമെത്രയെന്ന്. ആയതുകൊണ്ടെത്രേ മനുഷ്യലോകത്തിന് മുന്നോട്ട് പോകുവാൻ പ്രത്യാശയും നിത്യതയും നൽകുന്നത് യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറയാണെന്ന് ഓർപ്പിക്കുകയാണ്. ലോകത്തില് ഏക ഒഴിഞ്ഞ കല്ലറ യേശുവിനെ അടക്കം ചെയ്ത കല്ലറ മാത്രമാണ് ഉള്ളത്. ഇതിനെ തടസ്സപ്പെടുത്തുവാൻ ഉയർത്തി എഴുന്നേറ്റില്ല എന്ന് പഠിപ്പിക്കുവാൻ അവൻ കാശ്മീരിൽ വന്നു എന്നും ബുദ്ധ സന്യാസികൾ എടുത്ത് പഠിച്ചു എന്നും മരിച്ചിട്ട് അവനെ അടക്കം ചെയ്തു അല്ല, അവൻ ജീവിച്ച് ഇന്ത്യയിലേക്ക് വന്നു എല്ലാം പഠിപ്പിച്ച തെറ്റായ ചരിത്രങ്ങള് എഴുതിയ പുസ്തകങ്ങൾ ധാരാളമുണ്ട്. അതനുസരിക്കുന്നവരുമുണ്ട്. പക്ഷേ ആദ്യത്തെ രക്തസാക്ഷിയായ സെന്റ് സ്റ്റീഫൻ പറയുന്നത് കേൾക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:59 കല്ലെറിഞ്ഞ് യേശുവിന് വേണ്ടി കല്ലെറിഞ്ഞ് കൊല്ലുവാൻ നേർത്തു പോലും സെന്റ് സ്റ്റീഫൻ ഉന്നതങ്ങളിലേക്ക് നോക്കിയപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവനെ എതിരേൽപ്പാൻ വന്നതത്രേ കണ്ടത്. അപ്പോൾ പറയുകയാണ്, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് കല്ലെറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പോലും പറയുവാൻ ഇത്ര വലിയ പ്രത്യാശ നൽകിയത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മാത്രമാണെന്ന് ഓർപ്പിക്കുക. വീണ്ടും സെന്റ് സ്റ്റീഫൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, ഇവരുടെ പാപം കണക്കിടരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു അനുഭവം നൽകുവാൻ യേശു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ സാധിക്കുകയില്ല. അതിനുശേഷം യുഗങ്ങള് പിന്നിട്ടു എങ്കിലും കോടാനുകോടി ജനതകള് യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകുവാൻ കാരണം അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് ഓർപ്പിക്കുകയാണ്. ഈ 2024 ആകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബൂച്ച് വിൽമോറുമെല്ലാം ഒരാഴ്ചത്തെ യാത്രയ്ക്കെത്ര ആകാശ സഞ്ചാരത്തിൽ പോയത്. പക്ഷേ അവരുടെ വാഹനം കേടായപ്പോൾ നാസയ്ക്ക് പോലും കറക്റ്റ് ചെയ്യാൻ പറ്റില്ലാതെ വന്നു. അവസാനം നീണ്ട 9 മാസങ്ങള് മരണത്തിന്റെ നിഴലില് ആകാശത്ത് ചുറ്റിക്കറങ്ങിക്കൊണ്ട് ജീവിച്ചു. അവർ മാർച്ച് 18-ാം തീയതി ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഇറങ്ങിയപ്പോഴ് ബൂച്ച് വില്യമിനോട് റിപ്പോർട്ടർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളുടെ അനുഭവം എന്താണ് എന്ന്. ബൂച്ച് വില്യം ധീരതയോടെ പറയുകയാണ്, എന്റെ രക്ഷകന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, അവന്റെ പന്താവിൽപ്പെട്ടതെല്ലാം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. എന്നെ ആകാശത്ത് 9 മാസം എനിക്ക് മുമ്പ് പോയവരെല്ലാം തിരിച്ചു വന്നപ്പോൾ കത്തിയെരിഞ്ഞ് മരിച്ചു എങ്കിലും ഈ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എന്നെ ശക്തനാക്കിയവൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എത്ര എന്ന്. നമ്മുടെ എല്ലാം ജീവിതത്തില് പ്രത്യാശയും പ്രകാശവും അടിസ്ഥാനവും ഉയർപ്പിന്റെ സന്ദേശവും നൽകുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആണെന്ന് ഓർപ്പിക്കുകയാണ്. അവയിൽ ആശ്രയിക്കാം,
മരിച്ചാലും നമ്മളും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ പോലെ തന്നെ ഉയർത്തെഴുന്നേൽക്കുക ചെയ്യും. ഏതു മരണത്താഴ്വിൽ കൂടി നടന്നാലും, രോഗക്കിടക്കയിൽ കിടന്നാലും, എന്ത് സങ്കടനങ്ങൾ ഉണ്ടായാലും, ജോലി നഷ്ടപ്പെട്ടാലും, പണമില്ല എങ്കിലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു യുഗാന്ത്യത്തോളം കൂടെ ഉണ്ടാകും. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. യേശു എന്ന ഞങ്ങളുടെ കർത്താവും ദൈവമേ, നീ ഉയർത്തെഴുന്നേറ്റ ഞങ്ങളുടെ രക്ഷകനത്രേ. നീ ഉയർത്തെഴുന്നേറ്റു എങ്കിൽ മരിച്ചാലും ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും നീ വരുന്നത് വരെ, നീ വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമില്ല പ്രത്യാശയില് ഏത് മരണത്താൽ കൂടി നടന്നാലും, രോഗക്കിടക്കയിലാണെങ്കിലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഞങ്ങളോട് കൂടെയുണ്ട്. പ്രകാശനാഥനായി ഞങ്ങളുടെ ആത്മാവ് ശരീരം വിടുമ്പോൾ നീ അത്ഭുതകരമായി കടന്നു വന്ന് ഞങ്ങളെ സ്വീകരിക്കുന്നതാ. ഈ അനുഗ്രഹീത ഉയർപ്പിന്റെ വലിയ നാളില് നിന്നെ ദർശിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഹംകണ്ണ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തില് ദിവ്യാനുഗ്രഹങ്ങള് നേരുന്നു.